നിഴലാകുന്ന ചങ്ങാത്തങ്ങളെക്കാൾ ബഹുമാനിക്കേണ്ടത് വെളിച്ചമാകുന്ന സൗഹൃദങ്ങളെയാണ്. ഓർക്കുക, നിഴൽ അകമ്പടി സേവിക്കും, വെളിച്ചം അകവും പുറവും പ്രകാശം നൽകുന്നു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എപ്പോഴും പറയുന്ന പതിവ് വിശേഷം തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല തണുപ്പാണ്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാൽ, പകൽ ഇപ്പോൾ ഫുള്ള് തണുപ്പല്ല, പകൽ സമയത്തൊക്കെ നല്ല ചൂട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും മൊത്തത്തിൽ ഗ്രാമ്പ്, കുരുമുളക് ഇതൊക്കെ ഉണക്കുന്നതിൻ്റെ ഒരു സീസൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അതൊരു നമുക്കൊരു അനുഗ്രഹം പോലെ തോന്നുന്നു. കാരണം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ ഉണക്കിയെടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ തൊട്ട് നമുക്ക് തണുപ്പ് തുടങ്ങും. പിന്നെ പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 6-7 മണിയൊക്കെ ആകുമ്പോൾ തണുപ്പൊക്കെ അങ്ങ് തീരും. പിന്നീട് നല്ല വീണ്ടും ചൂട് ആണ്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ക്ലൈമറ്റാണ്. ഈ ഒരു മാസം ഫുള്ളിങ്ങനെ തണുപ്പുണ്ടാവും. എല്ലാ വർഷവും ഇങ്ങനെയാണ്. ഈ ജാനുവരിയിലും കൂടെ അങ്ങനെ തണുപ്പുണ്ടാവും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ മാറും, ക്ലൈമറ്റിന് മാറ്റം വരും. പിന്നെ ചൂടോട് ചൂടായിരിക്കും. എന്നാലും നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടൊന്നുമില്ല. എല്ലാവരും പറയണ കേൾക്കാം അവരുടെ നാട്ടിൽ ഭയങ്കര ചൂടാണെന്നൊക്കെ. എല്ലാ ആൾക്കാരുടെയും ഒരു സമ്പത്തെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളാണ്. അപ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ പലതരത്തിലുള്ള സൗഹൃദങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മളോട് പെരുമാറുന്ന സൗഹൃദങ്ങളുണ്ട്. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മളോട് കൂട്ടുകൂടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ കൂട്ടുകൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ സൗഹൃദങ്ങൾ പലതരത്തിലുണ്ട്. ഇപ്പം നമുക്കൊന്നും മുൻകൂട്ടി വിധിച്ചുകൊണ്ട് ആരെയും സൗഹൃദത്തിലോട്ട് പോകാൻ പറ്റില്ല. അതങ്ങനെയാണ് പൊതുവിൽ. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റില്ല. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാമെന്നുള്ളത് കുറച്ച് ദിവസം ആൾക്കാരോട് സംസാരിച്ച് അവരുടെ മാറ്റങ്ങളും പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കൈ കൊടുക്കാം, സൗഹൃദത്തിലോട്ട് നമുക്ക് കൈ കൊടുക്കാം. അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. നല്ല സൗഹൃദങ്ങൾ ആണെങ്കിൽ അത് എന്നും എന്താകും, വെളിച്ചമായിരിക്കും. നമുക്ക് ഇക്കങ്ങളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഓരോരുത്തരുടെയും ജീവിതം. അതുപോലെയാണ് ഓരോ സൗഹൃദങ്ങളിലും അങ്ങനെയാണ്. എല്ലാവരും നമ്മളിപ്പോൾ പിണക്കം ഇല്ലാത്ത സൗഹൃദങ്ങളുണ്ടോ? പിണക്കം ഉണ്ടെങ്കിൽ അവിടെ ഇണക്കം ഉണ്ടാവുള്ളൂ, അല്ലേ? അങ്ങനെയാണ് എല്ലാവരും നമ്മൾ ബന്ധുക്കളായാലും എല്ലാവരിലും പിണക്കം ഉണ്ട്. എന്നാലും നമ്മുടെ സൗഹൃദങ്ങളിലെന്ന് പറയുന്നത് പിണങ്ങിയിട്ടെടുക്കുമ്പം കൂടുതൽ അടുക്കും. അതുപോലെയാണ്. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോകുന്നവരുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും പിണങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വന്നിട്ട് പിണങ്ങിപ്പോകുന്നവരുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, നമ്മൾ എത്ര തന്നെ ഓട്ടിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ വഴക്ക് പറഞ്ഞാലും എത്ര തന്നെ നമ്മൾ ദേഷ്യപ്പെട്ടാലും നമ്മളെ വിട്ടു പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ സൗഹൃദങ്ങളിൽ നമുക്കൊന്നും അതാ പറയും, നമുക്ക് ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവർക്കൊക്കെ ആരായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അവരൊക്കെ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുതരും. അപ്പം എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ കൂട്ടായി നിൽക്കുക. അതാണ് നമ്മളായാലും അങ്ങനെ തന്നെ. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ അവരോട് കൂട്ടായി നിൽക്കുക. അതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ ഒരു അത്യാവശ്യ സമയങ്ങളിൽ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിപ്പോവുക, അതൊക്കെ ഒരു സൗഹൃദമാണോ? അതൊന്നും ഒരു സൗഹൃദമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. വർഷങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ബന്ധങ്ങളുണ്ട്. ഒരു നിമിഷം കൊണ്ട് കിട്ടുന്ന നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പം ആ സുഹൃത്തുക്കളുടെയൊക്കെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമുക്ക് കിട്ടുന്നതോ എന്നല്ല, അതിലല്ല നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. അതിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒരു വാക്കിൻ്റെ പുറത്ത് നിലനിൽക്കുന്നതല്ല. ആണോ? അല്ല. അതിലുള്ളൊരു ആത്മാർത്ഥത, എനിക്ക് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഞാൻ എത്ര വേണ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളൊരു ആത്മാർത്ഥത. ഇത് നമ്മൾ ഒരു നേരം അവരെ കണ്ടില്ല എങ്കിൽ നമ്മളൊന്ന് വിളിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയക്കും, നീ തിരക്കാണോ, അല്ലെങ്കിൽ നിന്നെ കാണാനില്ലല്ലോ, എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അതിന് അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ റെസ്പോണ്ട് ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ തിരക്കിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലാണ്, നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഈവൻ ഒരു ലെറ്റർ അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനൊരു റെസ്പോണ്ടും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുകയാണ്, നമ്മളെ വേണ്ട, നമ്മുടെ സൗഹൃദം അവർക്ക് വേണ്ട എന്നുള്ളൊരർത്ഥമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ തേടി നമ്മൾ പോകാതിരിക്കുക. എപ്പോഴെങ്കിലും അവർക്ക് നമ്മുടെ ആ സൗഹൃദങ്ങളെ തിരിച്ചറിയുന്ന സമയത്ത് അവർ വരട്ടെ, അപ്പം നമുക്ക് സ്വീകരിക്കാം. അപ്പോഴേ അവർ ആ വില മനസ്സിലാക്കുള്ളൂ. നമ്മുടെ സൗഹൃദത്തിൻ്റെ വില ആ സമയത്തേ അവർക്ക് മനസ്സിലാവുള്ളൂ. നമുക്കൊന്ന് മിസ്സായി പോകുമ്പോഴത്തേനും നമുക്കതിൻ്റെ വില അറിയാവുള്ളൂ, അല്ലേ?
നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം കളഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് എല്ലാ ബന്ധങ്ങളും. നമുക്ക് കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ കൈവിട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ വില അറിയുന്നവരാണെങ്കിൽ തിരിച്ചു വരും. സ്വീകരിക്കുക. ആത്മാർത്ഥതയുള്ള ഒരു ബന്ധങ്ങളും ആരെയും വിട്ടു പോകാറില്ല, ഒരിക്കലും പോകാറില്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ തേടി വരെയും നമ്മുടെ കൂടെ അവർക്ക് അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ വെറും ഒരു പ്രഹസനങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നേരം പോക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ വിട്ടു പോയിക്കൊണ്ടേയിരിക്കും. അതിനെ തേടി പോകാതിരിക്കുക. ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നമ്മളെ തേടി തിരിച്ചു വരും. അപ്പം നമുക്ക് സ്വീകരിക്കാം. എല്ലാ ബന്ധങ്ങളിലും ഉണ്ട്. വർഷങ്ങൾ കൊണ്ട് കാണാതിരിക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട് കേട്ടോ. വർഷങ്ങൾ കൊണ്ട് നമുക്ക് മിസ്സായി പോയി, ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് കാണുകയോ നമ്മളൊന്ന് ഫോൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആത്മാർത്ഥത കാണണം ചിലർക്ക്. എന്ന് വെച്ചാൽ അയ്യോ നീ എവിടെയായിരുന്നു, എന്തൊക്കെയോ അവർക്ക് ഈ ലോകത്ത് കീഴടക്കാൻ പറ്റി എന്നുള്ള ഒരു രീതിയിലുള്ള ആ ഒരു പെരുമാറ്റവും അവരുടെ ആ ഒരു സംസാരമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മൾ അവരുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ആരൊക്കെയോ ആണ് എന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും. സത്യം, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം വർഷങ്ങൾ കൊണ്ട് ഞാനും മാറി നിന്നിരുന്ന കുറച്ച് സുഹൃത്ത് വലയങ്ങളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എന്തൊക്കെയോ അവർക്ക് ഒരു അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ഫീലാണ്. നമുക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവർ നമ്മളെ വിട്ടു പോയിട്ട് നമ്മളൊരു ഫോൺ കോൾ ചെയ്യുമ്പോഴത്തേനോ ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേനോ അവർ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ എത്രമാത്രം വിഷമിക്കും എന്ന് തിരിച്ചവർ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? അല്പമെങ്കിലും കുറച്ച് ദിവസത്തെ ഞങ്ങൾ അവരുടെ കൂടെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? നല്ല നിഴലായി നിന്നവരാണെങ്കിൽ അല്ലേ, അങ്ങനെയുള്ളൊരു വെളിച്ചമായി തന്നെ മുന്നോട്ട്. നിഴൽ എപ്പോഴും അകമ്പടി മാത്രമേ സേവിക്കുകയുള്ളൂ, ചങ്ങാത്തം ഉണ്ടാവില്ല. ഓർക്കുക, ലാകുന്ന ചങ്ങാത്തങ്ങളെക്കാൾ ബഹുമാനിക്കേണ്ടത് വെളിച്ചമാകുന്ന സൗഹൃദങ്ങളെയാണ്. ഇപ്പോൾ നിഴൽ എപ്പോഴും അകമ്പടി മാത്രമേ സേവിക്കുകയുള്ളൂ, എന്നാൽ വെളിച്ചം അതായത് മുൻപും പിൻപും ഒക്കെ പ്രകാശം നൽകുന്നു. എല്ലാവരും എപ്പോഴും പരസ്പരം താങ്ങായും തണലായും ഒക്കെ കൂടെ ഉണ്ടാവുക. സൗഹൃദങ്ങളായാലും ബന്ധങ്ങളെയൊക്കെ നിലനിർത്താൻ എല്ലാവർക്കും അതിനുള്ളൊരു കഴിവുണ്ടാകണം. വിട്ടുവീഴ്ചകളും മനോഭാവങ്ങളൊക്കെ ഉണ്ടാവുക. പരസ്പരം വിട്ടുവീഴ്ചകളോട് മാത്രമേ യാതൊരു ബന്ധവും ഭൂമിയിൽ നിലനിന്നിട്ടുള്ളൂ. യാതൊരു ബന്ധവും എല്ലാ ബന്ധങ്ങളിലും, അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങളിലായാലും എല്ലാത്തിലായാലും നമ്മൾ ഏതൊരു കാര്യത്തിലായാലും നമ്മുടെ പരസ്പരമുള്ള വിട്ടുവീഴ്ചയും അതിൻ്റെ ഒക്കെ ഫലമായിട്ട് മാത്രമേ ഏതൊരു ബന്ധവും മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ളൊരു മനസ്സൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.